ഗർഭിണിയെ മർദ്ദിച്ച സംഭവത്തിൽ എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധ മാർച്ച്. പോലീസ് തടഞ്ഞതിനെ തുടർന്ന് പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളും നേരിയ സംഘർഷം. മോഷണക്കുറ്റം ആരോപിച്ച് പാലക്കാട് അട്ടപ്പാളത്ത് അതിഥി തൊഴിലാളിയെ ആൾക്കൂട്ടം മർദ്ദിച്ചു കൊലപ്പെടുത്തിയ സംഭവത്തിൽ കൂടുതൽ പേരെ പ്രതി ചേർക്കും. അറസ്റ്റിലായ 5 പേരെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. അതിജീവിതയെ അധിക്ഷേപിച്ച കേസിൽ KPCC ജനറൽ സെക്രട്ടറി സന്ദീപ് വാര്യർ, രജിത പുളിക്കൽ എന്നിവർക്ക് ഉപാധികളോടെ ജാമ്യം. കേരളത്തിൽ നിന്നടക്കമുള്ള കോൺഗ്രസ് MPമാർക്ക് അവകാശ ലംഘനത്തിന് നോട്ടീസ് അയച്ച് BJP MP സഞ്ജയ് ജയ്സ്വാൾ. VBG റാംജി ബിൽ സഭയിൽ പാസാക്കുന്നതിന്റെ നടപടിക്രമങ്ങൾക്കിടെ MPമാർ പ്രത്യേക അവകാശ ലംഘനവും അവഹേളനവും നടത്തിയതാരോപിച്ചാണ് സഭയിലെ പ്രവൃത്തി പെരുമാറ്റച്ചട്ടത്തിലെ ചട്ടം 223 പ്രകാരം നോട്ടീസ് സമർപ്പിച്ചത്. ഹൈബി ഈഡൻ, ഷാഫി പറമ്പിൽ, ഡീൻ കുര്യാക്കോസ് എന്നിവർക്കാണ് നോട്ടീസ് അയച്ചത്. 30ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേള സമാപന സമ്മേളനം ഇന്ന് വൈകിട്ട് 6-ന് നിശാഗന്ധിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ അധ്യക്ഷനാകും.